2025 UPSC പ്രിലിംസിന് എല്ലാവർക്കും ടഫായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. എന്തുകൊണ്ടാണ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടഫായി തോന്നിയത്? അതിന് ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. സാധാരണയായിട്ട് UPSC ചോദിക്കുന്ന കൺവെൻഷണൽ ഏരിയാസിൽ നിന്നല്ലാതെ പുതിയ ഏരിയാസിൽ നിന്ന് UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് കാണാം. ഇനി സ്ഥിരമായി ചോദിക്കുന്ന മാപ്പിംഗ് എന്ന ഏരിയയിലെ ചോദ്യത്തിൽ തികച്ചും പുതിയൊരു ശൈലി UPSC കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് UPSC 2025 ജോഗ്രഫി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോടു കൂടെ തന്നെ ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. UPSC ക്വസ്റ്റ്യൻ പാറ്റേണിൽ കൊണ്ടുവന്ന ഒരു മൈന്യൂട്ട് ചേഞ്ച് ആണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സാധാരണഗതിയിൽ UPSC സ്റ്റേറ്റ്മെന്റ്സ് തരുമ്പോൾ 1, 2, 3 എന്ന് സാധാരണ ലെറ്റേഴ്സിലാണ് എഴുതാറ്. അതായത് സാധാരണ ഇങ്ങനെ റോമൻ ലെറ്റേഴ്സ് എഴുതുന്നതിന് പകരം UPSC 1, 2, 3 എന്നാണ് തരിക. അപ്പോൾ ഓപ്ഷനിൽ 1 and 2, 2 and 3, 1, 2, 3 എന്ന് പറയുമ്പോൾ അത് വിസിബിളി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ UPSC തന്നിരിക്കുന്നത് റോമൻ ലെറ്റേഴ്സ് ആണ്. ബേസിക്കലി UPSCയുടെ സമയത്ത് നിങ്ങൾക്ക് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറില്ല. അതാണ് കൂടുതൽ ആസ്പിരൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ ടൈം കൺസ്ട്രെയിൻസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ 1 and 3 എന്ന ഓപ്ഷൻ കിട്ടിയാൽ പോലും ചിലപ്പോൾ നിങ്ങളത് 1 and 2 എന്ന് പെർസീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 എന്നുള്ളത് 3 എന്ന് പെർസീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു മാറ്റമാണ്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമല്ല. ഇനി മറ്റൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് പറയാം. ഇത്രയും നാളത്തെ UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് പറയുക. അതായത് സ്റ്റേറ്റ്മെന്റ് 1 തരും, സ്റ്റേറ്റ്മെന്റ് 2 തരും, എന്നിട്ട് പറയും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ പറയും രണ്ട് സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 2025 ഒരുപാട് ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റ് 1 തന്നു, സ്റ്റേറ്റ്മെന്റ് 2 തന്നു, സ്റ്റേറ്റ്മെന്റ് 3 തന്നു. ഇത് ആക്ച്വലി ഭയങ്കര ട്രിക്കിയാണ്. കാരണം ഇതിന്റെ ഓപ്ഷൻസ് ആണ് ട്രിക്കി. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻസ് വായിക്കുന്നത് തന്നെ വളരെയധികം ടൈം കൺസ്യൂമിങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണ്, 2 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വായിച്ചെടുക്കാൻ എളുപ്പം. പക്ഷെ ഇവിടെ ഓരോ ഓപ്ഷൻസും നിങ്ങൾ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആൻഡ് ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. അതായത് കൂടുതൽ നോളജും വേണം, കൂടുതൽ ടൈമും വേണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഇനിയുള്ള വർഷം 2026 3 സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്. ഇതുപോലെ തന്നെ ഒരു മൈന്യൂട്ട് ചേഞ്ച് ആണ്. ഇത്രയും നാള് 2 കോളംസ് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ് UPSC തന്നിരുന്നത്. അതായത് ജസ്റ്റ് 2 കോളംസ് മാത്രം തരും, എന്നിട്ട് 2 കോളത്തിൽ തന്നിട്ട് ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് UPSC ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2024 തുടങ്ങി 25 നമുക്ക് കാണാം 3 കോളംസ് തന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ ആണ്, മൗണ്ടൻ റേഞ്ചിന്റെ പേര് തരും, അതിന്റെ റീജിയൻ തരും, അതെന്ത് ടൈപ്പ് മൗണ്ടൻ ആണ് എന്ന് UPSC ചോദിച്ചു. അതായത് 3 കോളംസ് ശരിയാണോ എന്ന് അറിയണം, എന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 2 കോളത്തിൽ നിന്ന് 3 കോളത്തിലോട്ട് UPSC ഇത് എക്സ്പാൻഡ് ചെയ്തു. അതായത് കൂടുതൽ നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ആ സാധനം എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ശരിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ജോഗ്രഫിയിൽ സ്പെസിഫിക് ആയിട്ട് വന്ന ഒരു മാറ്റം, അതായത് സാധാരണഗതിയിൽ കൺവെൻഷനലായിട്ട് UPSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് ക്ലൈമറ്റോളജി, അതുപോലെ തന്നെ വോൾക്കാനിസം, എർത്ത്ക്യൂക്ക് എന്നീ ടോപ്പിക്കുകളിൽ നിന്നാണ്, പിന്നെ റിസോഴ്സ് ജോഗ്രഫി പോലുള്ള ടോപ്പിക്കിൽ നിന്ന്. പക്ഷേ UPSCയിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജിയോമോർഫോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അത് കാണിക്കുന്നത് ഇനിയുള്ള വർഷങ്ങളിലും ജിയോമോർഫോളജിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാം. എസ്പെഷ്യലി ജിയോമോർഫോളജിയുടെ കോർ ഏരിയാസ്, വെതറിംഗ്, അതുപോലെ തന്നെ ഇറോഷൻ, മാസ് മൂവ്മെന്റ്സ്, ഡയാട്രോഫിസം, എപ്പിറോജനിക് മൂവ്മെന്റ്, ഓറോജനിക് മൂവ്മെന്റ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന്. സാധാരണ നമ്മൾ ലാൻഡ് ഫോംസ് മാത്രമാണ് പഠിച്ചിരുന്നത്. പക്ഷെ അതുപോരാ, കോർ ജിയോമോർഫോളജിയിൽ നിന്ന് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നതിന് തെളിവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേറൊരു ചോദ്യം ഉണ്ടാവും, അപ്പോൾ ഇതുവരെ UPSC ചോദിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഐസോതേർമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ചോദ്യം. സീസണൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അടുപ്പിച്ച് 3ാമത്തെ വർഷമാണ് ജോഗ്രഫിയിൽ ഇതേ ഏരിയയിൽ നിന്ന് ചോദ്യം വരുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേ ഏരിയയിൽ നിന്ന് 24ലും 23ലും UPSC ചോദിച്ചിട്ടുണ്ട്. ഇനിയും സെയിം ഏരിയ റിപ്പീറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ക്ലൈമറ്റോളജിയിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഏരിയാസ് ഉണ്ട്. ഗ്യാസസ് ഇൻ അറ്റ്മോസ്ഫിയർ, അതിൽ തന്നെ വാട്ടർ വേപ്പർ സ്ഥിരം ക്വസ്റ്റ്യൻ ആയി UPSCയുടെ. അതുപോലെ തന്നെ ലെയേഴ്സ് ഇൻ അറ്റ്മോസ്ഫിയറിൽ ഓരോ ലെയറിലെയും ടെമ്പറേച്ചർ വേരിയേഷൻ UPSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ
ഹൗ എർത്ത് ഗെറ്റ് ഹീറ്റഡ് അപ്പ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ വന്ന് ഭൂമി എങ്ങനെ ചൂടാവുന്നു എന്നുള്ളൊരു ഭാഗം. അതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുപ്പിച്ച് 4-5 വർഷം ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, പ്രഷർ ബെൽറ്റ്, പെർമനന്റ് വിൻസ്, ഇത്രയും ടോപ്പിക്സ് സ്ഥിരമായി UPSC ചോദിക്കുന്ന ഏരിയ ആണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ 4 വർഷങ്ങളിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം വന്നിട്ടുണ്ട്. ഇനിയും ചോദ്യം വരാം. 2025-ലും അതുണ്ട്. 2025-ൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച ഒരു സാധനമാണ് മാപ്പിംഗ്. അതുവരെയുള്ള മാപ്പിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് UPSC ആ വർഷം മാപ്പിംഗിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയത്? കാരണം 2023 വരെ അല്ലെങ്കിൽ 2024 വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാണ്. UPSC മാപ്പിംഗിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വാട്ടർ ബോഡീസ് റിലേറ്റഡ് ആയിട്ടാണ്. എപ്പോൾ UPSC ചോദിച്ചാലും മെഡിറ്ററേനിയൻ സീന് ചുറ്റുന്ന രാജ്യങ്ങൾ ഏത്, കാസ്പിയൻ സീന് ചുറ്റുന്ന രാജ്യങ്ങൾ ഏത്, ബ്ലാക്ക് സീന് ചുറ്റുന്ന രാജ്യങ്ങൾ ഏത് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അല്ലെങ്കിൽ പിന്നെ UPSC ചോദിക്കുക ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറീസ്, അതായത് നഗോർണോ കറാബക്ക് പോലെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് UPSC ബേസിക് മാപ്പിംഗിൽ നിന്ന് ചോദ്യം തുടങ്ങി. 2025-ലെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബേസിക് മാപ്പിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിൽ ചോദിച്ചിരിക്കുന്നത് ആൻഡീസ് മൗണ്ടൻസ് പാസ് ചെയ്യുന്ന കൺട്രീസ് ഏതാണെന്നാണ്. ആൻഡീസ് മൗണ്ടൻസ് അറിയാത്ത ഒരു കുട്ടി പോലും UPSCയിൽ ജോഗ്രഫി പഠിക്കുന്നില്ല. ആൻഡീസ് എന്ന് പറയുന്ന ഒരു ബേസിക് ജോഗ്രഫിക്കൽ തിങ് ആണ്. ഇനി ഭാവിയിൽ ചോദിക്കാം ഹിമാലയാസ് കടന്നു പോകുന്ന രാജ്യങ്ങൾ, റോക്കീസ് കടന്നു പോകുന്ന രാജ്യങ്ങൾ. ഇതുപോലെ തന്നെ ബേസിക് മാപ്പിംഗിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതായത് ഇക്വേറ്റർ കടന്നു പോകുന്ന വാട്ടർ ബോഡീസ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ബേസിക് ജോഗ്രഫിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇക്വേറ്റർ കടന്നു പോകുന്ന രാജ്യങ്ങൾ, ഇക്വേറ്റർ കടന്നു പോകുന്ന വാട്ടർ ബോഡീസ് ബേസിക് മാപ്പിംഗ് ആണ്. ഇനി ഭാവിയിൽ എന്ത് ചോദിക്കാം? പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന രാജ്യങ്ങൾ വാട്ടർ ബോഡീസ് ചോദിക്കാം. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്ന രാജ്യങ്ങളും വാട്ടർ ബോഡീസ് ചോദിക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും കടന്നു പോകുന്ന രാജ്യങ്ങളും വാട്ടർ ബോഡീസും ചോദിക്കാം. അതായത് ഇതുവരെ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് മാപ്പിങ്ങിന് ക്വസ്റ്റ്യൻ വന്നിരുന്നതെങ്കിൽ ഇനി മുതൽ ചിലപ്പോൾ UPSC ചോദിക്കുക ബേസിക് മാപ്പിംഗിൽ നിന്നായിരിക്കും, അടിസ്ഥാനപരമായ വസ്തുതകളിൽ നിന്ന്. അപ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് ജോഗ്രഫിയുടെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ UPSC വരുത്തിയ ചേഞ്ചസ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ സൈലം IASന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആയ എക്സൽ ജോയിൻ ചെയ്യും.